പെണ്ണിൻ്റെ വീട്ടുകാർ സുഭാഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. നിധി പോയിട്ട് ചായ എടുക്കും. കൂടെ തന്നെ സുധി കടികളുമായിട്ട് പിറകെ തന്നെ വരും. അവർക്ക് ചായ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ അമ്മ പറയും, സുഭാഷ് പരിപ്പുവട ഉണ്ടാക്കാൻ പഠിപ്പിച്ചതും പറഞ്ഞ് ഞങ്ങളെ അവളെ എപ്പോഴും കളിയാക്കും. അവരുടെ അമ്മാവൻ പറയും, ഉള്ളത് പറയാലോ, അതുകൊണ്ട് അവൾ പരിപ്പുവട ഉണ്ടാക്കാൻ പഠിച്ചു. അവർ അവിടുന്ന് കുറേ സംസാരിക്കുകയാണ്. ബ്രോക്കർ പറയും, എല്ലാം സംസാരിച്ച് കഴിഞ്ഞല്ലോ, എല്ലാ കണ്ടീഷൻസും ഓക്കെ അല്ലേ? സുഭാഷ് ചോദിക്കും, എന്ത് കണ്ടീഷൻ? ഇത് കേൾക്കുമ്പോൾ നിധി സുധിയോട് ചോദിക്കും, കുഴപ്പമാവോ? സുധി വേഗം ഇടപെട്ട് പറയും, അതൊന്നുമില്ല സുഭാഷ് ഏട്ടാ, കല്യാണം എവിടെ വെച്ച് നടത്തണം, സ്വർണ്ണം എത്ര എടുക്കണം, അതൊക്കെയാണ്. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൂടെ നിശ്ചയത്തിനും കല്യാണത്തിനുള്ളൊക്കെ ഡേറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. അവരവിടുന്ന് പോയി കഴിയലും നികേഷ് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഇത് കാണുമ്പോൾ തന്നെ സുധിക്കൊക്കെ ആകെ ടെൻഷനാവും. സുഭാഷയ്ക്ക് എന്താടാ, എന്തിനാ നീ കരയുന്നത്? നികേഷ് പറയും, സന്തോഷം കൊണ്ടാ ഏട്ടാ. സുധി പറയും, സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ കരയുന്ന ഒരുത്ത്. സുഭാഷ് പറയും, കല്യാണം വേഗം അടുക്കല്ലേ, നടത്താൻ കാശൊന്നുമില്ല, ഉള്ള കാശൊക്കെ സുധിയുടെ കല്യാണത്തിന് ചിലവാക്കി പോയില്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സുധി പറയും, കാശൊക്കെ നമുക്കുണ്ടാക്കാം. സുഭാഷേട്ടൻ എൻ്റെ കല്യാണം നടത്തിയില്ലേ, അതുപോലെ സുഭാഷേട്ടൻ്റെ കല്യാണം ഞാൻ നടത്തും, അതിനുവേണ്ടി എത്ര കാശ് വേണമെങ്കിലും ഞാൻ ചിലവാക്കും. നികേഷ് പറയും, അത്രയ്ക്കൊക്കെ വേണോ? ഈ വീടിന് വേണ്ടി ഇതുവരെ ഒറ്റ കാശ് പോലും ചിലവാക്കാത്ത ആളാണ് സുധീഷേട്ടൻ. സമയമാകുമ്പോൾ കറക്റ്റായിട്ട് മുങ്ങും. എനിക്കിതുവരെ ഒരു പെൻസിൽ പോലും വാങ്ങിച്ച് തന്നിട്ടില്ല. സുധി സുഭാഷിനോട് പറയും, സുഭാഷേട്ടാ, ഈ കല്യാണം എത്ര ചിലവ് വന്നാലും ഞാൻ നടത്തിയിരിക്കും. അത് ഈ സുധീഷിൻ്റെ വാക്കാ. സുധീഷ് ഫോണിൽ ഒരു റീലും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നികേഷ് വന്ന് പറയും, കണ്ട പെണ്ണുങ്ങളെ റീലും കണ്ടിരുന്നോ? സുധീഷ് പറയും, റീലല്ലേ നോക്കുന്നുള്ളൂ, അല്ലാതെ വായി നോക്കാനൊന്നും ഞാൻ പോകുന്നില്ലല്ലോ. ഹരീഷ് വന്ന് സുധീഷിനോട് സംസാരിക്കാൻ നോക്കുമ്പോൾ സുധീഷ് ഇതും കണ്ടുകൊണ്ടിരിക്കുക. ഹരീഷ് ആ ഫോണ് കയ്യിൽ നിന്ന് വാങ്ങും. സുധി ഫോൺ തിരിച്ചു വയ്ക്കുമ്പോൾ ഹരീഷ് പറയും, ഈ റീലിപ്പോൾ കണ്ടില്ലെങ്കിൽ ഓടി പോകത്തൊന്നുമില്ലല്ലോ, അവിടെ തന്നെ ഉണ്ടാവില്ലേ, എനിക്ക് കുറച്ച് സംസാരിക്കണം. സുധിക്കും, നീ സംസാരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഞാനിതിന് റെഡി ആയിട്ട് വരണോ? എനിക്കിപ്പോൾ സംസാരിക്കാൻ സൗകര്യമില്ല, ഫോണിങ്ങ് താടാന്ന് പറയും. ഹരീഷാണെങ്കിൽ ഫോൺ കൊടുക്കില്ല. പിന്നെ അവർ തമ്മിൽ ചെറിയ അടിയാവും. ആ സമയത്ത് നിധി അങ്ങോട്ട് വരികയാണ്. നിധി രണ്ടുപേരെ മൈൻഡ് ചെയ്യാതെ നടുവിലൂടെ അങ്ങ് നടന്നു പോകും. അവർ രണ്ടുപേരും അപ്പുറത്തുള്ള കസേരയിൽ ഇരിക്കുകയാണ്. സുധി ഹരീഷിൻ്റെ കയ്യിൽ നിന്ന് വേഗം ഫോൺ വാങ്ങിക്കും. ഹരീഷ് ചോദിക്കും, കല്യാണത്തിനുള്ള ക്യാഷൊക്കെ എവിടുന്ന്? സുധി വരും, കല്യാണത്തിനുള്ള കാശോ? ഹരീഷ് ചോദിക്കും, താനല്ലേ അവിടുന്ന് പറഞ്ഞത് കല്യാണത്തിൻ്റെ ചിലവ് മുഴുവൻ താൻ വായിച്ചോളാന്ന്? സുധി പറയും, ഞാൻ എവിടെ നിർത്ത് വായിക്കാനാ, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വരും. ഹരീഷ് പറയും, കേട്ടോടാ നികേഷേ, ഇപ്പം ഇയാൾ പറയുന്നത്? സുധി ചോദിക്കും, എടാ ഞാൻ അങ്ങനെ കാശ് വെച്ചോളാന്ന് പറഞ്ഞു? നികേഷ് പറയും, പറഞ്ഞു, കല്യാണത്തിന് എത്ര ലക്ഷം ചിലവാനും അതൊക്കെ സുധീഷേട്ടൻ വായിച്ചോളാന്ന് പറഞ്ഞു. സുധീഷ് പറയും, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. അതും പറഞ്ഞ് ഹരീഷും സുധിയും കൂടി അവിടെ കിടന്ന അടിയാവും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരീഷ് പറയും, തൻ്റെ കല്യാണം നടത്താൻ ഇവിടെ വലിയ പന്തലിട്ടല്ലേ കല്യാണം നടത്തിയത്, അതിനൊക്കെ എത്ര കാശ് ചിലവായി? സുധി പറയും, ഞാൻ പറഞ്ഞു അങ്ങനെ നടത്താൻ, നിങ്ങൾ ചെയ്ത മണ്ടത്തരത്തിന് ഞാനാണോ ഉത്തരവാദി? ഹരീഷ് പറയും, എനിക്കൊരു കുറിയുണ്ട്, കുറച്ച് കാശ് അതിൽ നിന്ന് എടുക്കാം, കുറച്ച് മുതലാളിയോട് വാങ്ങാം, ബാക്കി കാശ് എന്ത് ചെയ്യും അത് പറ, തൻ്റെ പ്ലാൻ എന്താ? സുധീഷ് പറയും, അതൊക്കെ അപ്പം നോക്കാം. ഹരീഷ് പറയും, കല്യാണം ഇങ്ങ് അടുത്തു, അപ്പോഴേക്കും കാശ് വേണ്ടേ? സുധി പറയും, അമ്പലത്തിൽ വെച്ച് ചെറുതായിട്ടൊക്കെ കഴിച്ചാൽ മതി. ഹരീഷ് പറയും, ഇങ്ങേര് വന്നിട്ട് എല്ലാം ഏറ്റെടുത്തോളാം എന്നൊക്കെ അങ്ങ് പറഞ്ഞു. ഇവിടെ വീട്ടിൽ ചിലവിന് പോലും ഇതുവരെ കാശ് തരാത്ത ആളാ, ഇയാൾ തനി ഫ്രോഡാണ്. സുധിക്കാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കും. സുഭാഷേട്ടൻ്റെ കല്യാണം നാളെ ഒന്നുമല്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇതൊക്കെ ഇപ്പം സംസാരിക്കുന്നത്? ഹരീഷ് പറയും, നാളെയല്ല, എന്നാലും തനിക്കതിനുള്ള കഴിവുമില്ല, അതിനുള്ള മനസ്സുമില്ല. ഇത് കേൾക്കുമ്പോൾ സുധി ദേഷ്യം വന്നിട്ട് ഹരീഷിനെ അടിക്കുകയാണ്. ഹരീഷ് തിരിച്ചു അടിക്കും. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. സുഭാഷ് വന്ന് പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടൊന്നും അവർ നിർത്തുന്നില്ല. നിധി വന്ന് നിർത്തുന്നൊക്കെ പറഞ്ഞു നോക്കും, പക്ഷേ അവരതൊന്നും കേൾക്കില്ല. നിധി അടുക്കളയിൽ പോയി ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഡൈനിങ് ഹാളിൽ എറിയാണ്. അത് കേൾക്കുമ്പോൾ അവർ അടി നിർത്തിയിട്ട് രണ്ട് ഭാഗത്തേക്ക് നിൽക്കും. നിധി അവരോട് ചൂടാവുകയാണ്. ചെറിയ കുട്ടികളാണെന്ന വിചാരം, വിവരമല്ലേ നിങ്ങൾക്ക്? രണ്ടും കൂടി അടി കൂടുന്നു. ഇനി ഇങ്ങനെ എന്തെങ്കിലും നടന്നാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കേണ്ട. അതും പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷിനോട് പറയും, സോറി സുഭാഷ് ഏട്ടാ. നിധി പോയി കഴിയുമ്പോൾ അവർ പിന്നെയും സംസാരിച്ച് പിന്നെ അടിയാവാൻ പോവാണ്. സുഭാഷ് അവരെ പിടിച്ച് രണ്ട് ഭാഗത്തേക്ക് നിർത്തും. നികേഷ് പറയും, ദയവ് ചെയ്ത് ഇവിടുന്ന് അടിയുണ്ടാക്കി ഏടത്തി ഇവിടുന്ന് പറഞ്ഞു വിടരുത്, എനിക്ക് അത്രേ ഉള്ളൂ. രാവിലെ തന്നെ ഹരീഷ് പുറത്തടിച്ചു വരികയാണ്. സുധി ഉള്ളിൽ തുടച്ച് വൃത്തിയാക്കാണ്. പുറത്തടിക്കുമ്പോൾ അച്ഛൻ പൊടി പാറുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയും. ഹരീഷ് വെള്ളം എടുത്തിട്ട് അവിടെയൊക്കെ കുടയും. കുടയുന്ന കൂട്ടത്തിൽ കുറച്ച് വെള്ളം അച്ഛൻ്റെ ദേഹത്തും ആക്കും. അച്ഛൻ പറയും, എങ്ങോട്ടാണ് ആക്കുന്നത്, ആൾ നിൽക്കുന്നത് കണ്ടില്ലേ? ഹരീഷ് അതിനൊന്നും മറുപടി പറയാൻ നിൽക്കില്ല. സുധി ഉള്ളിലൊക്കെ തുടച്ചു കഴിഞ്ഞിട്ട് അവിടെ വിളക്ക് കത്തിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നിധി വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് ഹരീഷും സുഭാഷും അകത്തേക്ക് വരികയാണ്. അവർ പിന്നെയും പറഞ്ഞ് പിന്നെയും കച്ചറയാവും. അതിനെതിരെ നികേഷ് സംസാരിക്കുമ്പോൾ സുധി പറയും, ഈ വീട്ടിലെ ഇടയ്ക്ക് ഇങ്ങനെ വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട്, ഒരു പെൺകുട്ടി വന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിലൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് നിധി അങ്ങോട്ട് വരികയാണ്. നിധിയെ കാണുമ്പോൾ തന്നെ അവരൊക്കെ സംസാരം നിർത്തും.